എവ്രിവൺ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 6th ഇൻടേക്കിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ അസൈൻമെന്റ് റിസൾട്ട് വന്നു എന്നതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. കേട്ടത് ശരിയാണ്, പല വിദ്യാർത്ഥികളുടെയും അസൈൻമെന്റ് റിസൾട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ചില വിദ്യാർത്ഥികൾക്ക് അസൈൻമെന്റ് റിസൾട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ 2 പേപ്പറിന്റെ റിസൾട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി എന്താണ് വരാത്തത്, ഞങ്ങൾ അസൈൻമെന്റ് ശരിയായിട്ടല്ല എഴുതിയത്, അതിലിനി വലിയ പ്രശ്നമുണ്ടോ? ഇതൊക്കെയാണ് ഇപ്പൊ എല്ലാവരുടെയും പ്രശ്നം. അപ്പൊ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് കൃത്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് 2 പേപ്പറിന്റെ അസൈൻമെന്റ് റിസൾട്ട് മാത്രമേ വന്നിട്ടുള്ളൂ, ബാക്കിയൊന്നും വന്നിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പോർട്ടലിൽ കയറിയിട്ട് അവിടെ വ്യൂ അസൈൻമെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വ്യൂ അസൈൻമെന്റ് മാർക്കിൽ നോക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായിട്ട് വാല്യുവേഷൻ പെൻഡിങ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന്റെ അർത്ഥം സ്റ്റിൽ അതിന്റെ വാല്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേപ്പറിന്റെ, അതായത് മാറ്റി നിർത്തപ്പെട്ട പേപ്പറുകളുടെ റിസൾട്ട് വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു അസൈൻമെന്റ് മാർക്ക് നോക്കുമ്പോൾ അതിന്റെ സ്റ്റേറ്റസ് 0 എന്നാണെങ്കിൽ അതിന്റെ വാല്യുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് 4 പേപ്പറിന്റെയും വാല്യുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ അതിന്റെ അപ്ഡേറ്റ് നടത്തും എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഏപ്രിൽ മാസം അവസാനമായിട്ടും നിങ്ങളുടെ അസൈൻമെന്റ് റിസൾട്ട് ഒന്നും വന്നിട്ടില്ല എന്നാണെങ്കിൽ ആരും പാനിക് ആവേണ്ട. നിങ്ങളൊരു മെയ് 1st വീക്ക് ആകുമ്പോൾ തന്നെ നിങ്ങളുടെ ലേണിംഗ് സപ്പോർട്ട് സെന്ററിലെ അഡ്മിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, നിങ്ങളുടെ അസൈൻമെന്റ് സ്റ്റേറ്റസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നൽകും. അപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ അസൈൻമെന്റ് റിസൾട്ട് ഒക്കെ വന്നു, നമ്മുടെ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള ടെൻഷനിൽ ആരും ഇരിക്കേണ്ട. കാരണം ഇത്തരത്തിൽ പല പ്രൊസീജിയേഴ്സിലൂടെയാണ് ഒരു അസൈൻമെന്റിന്റെ റിസൾട്ട് വരുന്നത്. ചില ആളുകളുടേത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, ചില ആളുകളുടെ കുറച്ച് പേപ്പർ ബാക്കിയായിരിക്കും, അതിന്റെ വാല്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. മറ്റു ചില ആളുകളുടെ 4 പേപ്പറിന്റെയും വാല്യുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ റിസൾട്ട് അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി അസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫോർ മോർ ഡീറ്റെയിൽസ് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.